പ്രിയമുള്ളവരെ, തെരുവിലേക്ക് സ്വാഗതം. ഒരു ജാതി, ഒരു മതം, ഒരൊറ്റ ദൈവം മനുഷ്യന് എന്ന് പഠിപ്പിച്ച ശ്രീ നാരായണ ഗുരുവിൻ്റെ സംഘടനയുടെ തലപ്പത്ത് ഇന്നിരിക്കുന്ന കള്ളുകച്ചവടക്കാരനായൊരു മനുഷ്യനെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. എത്ര വെളിച്ചം പുറമേ കത്തിച്ചാലും അകമേ ഇരുട്ടാണെങ്കിൽ എന്തുണ്ട് കാര്യമെന്ന് ശ്രീ ഗുരു ചോദിക്കുന്നുണ്ട്. അത് സമൂഹത്തോടാണെങ്കിലും ഇന്ന് ചോദിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനോടാണ്. ഇത്രയും അകമിരുട്ടായൊരു മനുഷ്യനെ, ഇത്ര മഹാനായ ഒരു മനുഷ്യൻ്റെ സംഘടനയുടെ തലപ്പത്തിരിപ്പിക്കുന്നത് എത്രത്തോളം ഇരുട്ടാണ് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. അപരവിദ്വേഷം പറയുക എന്നുള്ളത് ചെറിയ ഒരു വിഷയമായിട്ട് കാണരുത്. അതിന് വരും കാലത്ത് ഒരുപാട് ദുരന്ത ഫലങ്ങൾ നൽകാനുള്ള ശേഷിയുണ്ട്. ഒരു സമൂഹത്തെക്കുറിച്ച് കള്ളം പറയുക, ആ സമൂഹത്തെ വെറുക്കാനുള്ള ആക്ഷേപങ്ങൾ നടത്തുക, കൊടുവാളുമേന്തി പണ്ഡിതന്മാർ ഇറങ്ങി വരുന്നു എന്ന് പറയുക, ഇങ്ങനെ പലതും പറഞ്ഞ് ഒരു സമൂഹത്തെ മെല്ലെ മെല്ലെ വിഭജിച്ചു കഴിഞ്ഞാൽ ആ വിഭജനത്തിൻ്റെ ഇടയിലൂടെ അവർക്ക് അധികാരത്തിലേക്കുള്ള വഴികളുണ്ട്. പക്ഷേ വിഭജിക്കപ്പെടുന്ന നമ്മുടെ ഇടയിൽ പിന്നീട് ഉറ്റി വീഴാൻ പോകുന്നത് ചോരത്തുള്ളികളാണ് എന്ന് മനസ്സിലാക്കണം. പട്ടിണിയിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പരസ്പരം സഹകരിച്ച് ജീവിച്ച നമ്മുടെ വിഭജനം അവർക്ക് ആനന്ദകരമായിട്ടുള്ളൊരു ജീവിതമാണ് നൽകുന്നത്. അധികാരത്തിലിരുന്നു കൊണ്ട് സർവ്വസുഖിയന്മാരായിട്ട് കഴിയാൻ കഴിയും. നമ്മൾ പരസ്പരം വിശ്വാസമില്ലാത്തവരായി അകന്നകന്ന് പോകുന്ന സമയത്ത് ചെറിയ ഒരു വിഷയം മതി നമ്മളിൽ ഒരു വലിയ കലാപമുണ്ടാവാൻ. അങ്ങനെ ഒരു കലാപം ഉണ്ടാകുമ്പോൾ, നമ്മുടെ വീടുകൾ തകർക്കപ്പെടുമ്പോൾ, നമ്മൾ ആയുധം പേറി പരസ്പരം തമ്മിലടിക്കുമ്പോൾ അതിലവർക്കും അവരുടെ കുടുംബത്തിനുമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നാം വിഭജിക്കപ്പെടുകയും നമ്മളുടെ സാമ്പത്തികവും സാമൂഹികപരമായിട്ടുള്ള ഉന്നമനം തകർക്കപ്പെടുകയും നമ്മുടെ നാട് നാശത്തിലേക്കാവുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അനന്തരഫലം. അതുകൊണ്ട് ഇത്തരം മനുഷ്യരെ അവഗണിച്ച് നിർത്തുക, അവരുടെ വാക്കുകളെ വിശ്വസിക്കാതിരിക്കുക, അത് മാത്രമാണ് തെരുവിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ളത്.